വിതരണ യൂണിയൻ്റെ സംസ്ഥാന ഖജാൻജിയായിട്ടുള്ള എ നാസർ, പ്രിയപ്പെട്ട സംസ്ഥാന എസ് ടി യുവിൻ്റെ നേതാക്കളായിട്ടുള്ള അശോക് കുണ്ടൂർ, മോമോട്ടി, താഴെക്കോട് പഞ്ചായത്ത് എസ് ടി യുവിൻ്റെ പ്രസിഡന്റ് കരീം സാഹിബ്, സെക്രട്ടറി അസീസ്, പ്രിയപ്പെട്ട സുധീർ, തെയ്യൻ, മറ്റ് എസ് ടി യുവിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് സംസ്ഥാന വ്യാപകമായി എസ് ടി യുവിൻ്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുകയാണ്. പതാക ഉയർത്തൽ മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ഈ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലുമുണ്ട്. പ്രാദേശികമായിട്ട് നമ്മുടെ ഈ രൂപത്തിലുള്ള പരിപാടികളാണ്. ഇന്ന് മണ്ഡലം തലത്തിൽ വേറെ സംഘമുണ്ട്. അങ്ങനെ ഒട്ടേറെ പരിപാടികളുണ്ട്. 67 വർഷങ്ങൾക്ക് മുമ്പ് ഈ തൊഴിലാളി സംഘടന ഇവിടെ രൂപീകരിച്ചത് മഹാനായ KM CG സാഹിബ് ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടാണ്. അന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഒരു കൂട്ടായ്മ വേണമെന്ന് പലരും ചിന്തിക്കാത്ത സമയത്താണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നുള്ള നിലക്ക് ഈ ഒരു കൂട്ടായ്മക്ക് രൂപം നൽകിയത്. ഇന്ന് തൊഴിലാളികളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ വളരെ കുറഞ്ഞ തൊഴിലാളി സംഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ട് STU മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തൊട്ടാകെ രാജ്യം ഭരിക്കുന്ന മോദി എത്രത്തോളം പ്രയാസങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിധം ദൈനംദിനമായിട്ട് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമാണ്. അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിലില്ലാത്ത പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ശേഷം ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി ആ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നതിൽ മുൻപന്തിയിലുള്ളൊരു തൊഴിലാളി പ്രസ്ഥാനമാണ് STU. STU കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി വന്നതിന് ശേഷം ഇവിടുത്തെ സമൂഹത്തോടും ജനങ്ങളോടും യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് സർക്കാർ എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല ആദ്യത്തെ ഘട്ടത്തിൽ. കാരണം അന്ന് പ്രളയത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു, അന്ന് കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ചെറിയ ആളുകൾക്ക് സഹായമായിട്ട് കിറ്റ് കൊടുത്താൽ തന്നെ ആളുകൾ തൃപ്തരാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ വികസനം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വികസനം ചെയ്തു എന്ന് ചോദ്യം ചെയ്യപ്പെടാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ആദ്യത്തെ 5 വർഷം. അത് കഴിഞ്ഞു പോയി. രണ്ടാമത്തെ 5 വർഷത്തിലേക്ക് കടന്നപ്പോൾ ആളുകൾക്ക് അങ്ങേയറ്റം പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊക്കെ സെസ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അതാ നമുക്ക് കറണ്ടിന് ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കറണ്ടിന് ചാർജ് വർദ്ധിപ്പിച്ചു. നമുക്കൊക്കെ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ നീട്ടി പെരട്ടി കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ സർചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് 9 പൈസ ഉണ്ടായിരുന്നത് 19 പൈസയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അങ്ങേയറ്റം കൊടും ചൂടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടൊരു ഫാൻ ഇട്ടാൽ ആ ഫാനിന് പോലും വലിയ രൂപത്തിൽ നമ്മൾ പൈസടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അങ്ങനെ തൊഴിലാളികളുടെ ക്ഷേമം നിഷേധിക്കുകയും ആളുകൾക്ക് ജീവിത സാഹചര്യം വഴിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളും സമരങ്ങളും നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട കക്ഷിയാണ് ഈ STU എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ STUവിൻ്റെ എല്ലാ പരിപാടികളും നമുക്ക് വലിയ തോതിൽ വിജയിപ്പിക്കേണ്ടതുണ്ട്. ഒരുപാട് ഫെഡറേഷനുകൾ ഇതിനുണ്ട് എന്ന് നമുക്കറിയാം. 24ഓളം ഫെഡറേഷനുകൾ ഈ STUവിനുണ്ട്. ആ ഫെഡറേഷനുകളൊക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ മേഖലകൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലാളികൾക്ക് ക്ഷേമവും അതുപോലെ തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങളിൽ അവർക്ക് സഹായകരമായിട്ടുള്ള നിലപാടുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ STUവിന് സാധിക്കണം. വരും കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ STUവിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഏരിയ ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ പ്രാദേശികമായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.